പ്രാർത്ഥിക്കുന്നവനെയും പ്രാർത്ഥിക്കാത്തവനെയും ഒരു ചിത്രം ഞാൻ വേദപുസ്തകത്തിനകത്തുള്ളത് പറയാം. രണ്ടുപേരും വേദപുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നവരായിരിക്കും, രണ്ടുപേരും അന്യഭാഷ പറയുന്നവരാകാം, രണ്ടുപേരും കുഴപ്പമൊന്നും ഉള്ളവരല്ല. പക്ഷെ രണ്ടനുഭവങ്ങളാണ്. ഒരുത്തൻ പ്രാർത്ഥിക്കുന്നവനും ഒരുത്തനും പ്രാർത്ഥിക്കാത്തവനും. നമ്മൾ ഈ പുസ്തകം പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടാവും, പക്ഷെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം പ്രാർത്ഥന ഈ റൂഫിൽ തട്ടിയിട്ട് താഴോട്ട് വീഴുന്നതല്ല, ഈ റൂഫിനെ തട്ടിയിട്ട് സ്വർഗത്തിൽ ചെല്ലുന്നത്. സൗരഭ്യവാസനയായിട്ട് സ്വർഗ സന്നിധിയിൽ എത്തണം പ്രാർത്ഥന. അരാമ്യ സൈന്യം ഇസ്രയേലിന് നേരെ യുദ്ധത്തിന് വരും. അവർ പാളയം ഇറങ്ങുന്നു. പാവപ്പെട്ട ഉപദേശിയുണ്ട് പ്രാർത്ഥിക്കുന്നത്, എലീശ ഉപദേശിക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, സ്തോത്രം, ഇസ്രായേലിനോട് പറയണം, ഇന്ന സ്ഥലത്ത് പാളയം ഇറങ്ങരുത്, ഇന്ന സ്ഥലത്ത് ഇറങ്ങണം. ഒന്നല്ല രണ്ടല്ല, പല പ്രാവശ്യം. ഇത് വന്നപ്പോൾ രാജാവ് തൻ്റെ പടയാളികളെ എല്ലാം വിളിച്ചിട്ട് ചോദിച്ചു, നമ്മുടെ കൂട്ടത്തിൽ ആരാണ് നമ്മൾ പാളയം ഇറങ്ങുന്ന സ്ഥലം ശത്രുപാളയത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇവിടെ ഒരു ദൈവത്തിൻ്റെ ദാസനുണ്ട്, ശയനഗ്രഹത്തിൽ അങ്ങ്